പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളൊരു പുതിയ പാഠം പരിചയപ്പെടാൻ പോവാണ്. ഒരു യാത്രാവിവരണമാണ്. വിക്രം സേത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനോഹരമായ യാത്രാവിവരണം ആണ് നമ്മളിതിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കാത്മണ്ഡു എന്ന പേര്. ഓക്കെ, നമുക്ക് വായിക്കാം. ബിഫോർ യു റീഡ്, ഡു യു ലൈക്ക് ട്രാവലിംഗ്? നീ യാത്ര ഇഷ്ടപ്പെടുന്നു? ദ റൈറ്റർ, നമ്മുടെ റൈറ്റർ എഴുത്തുകാരൻ വിക്രം സേത് എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ എൻജോയ്സ് ഇറ്റ് വെരി മച്ച്. അദ്ദേഹമാണെങ്കിൽ ഈ യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇൻ ഹിസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്കായ ഹെവൻ ലൈക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഹി ഡിസ്ക്രൈബ്സ് എ ലോങ് ജേർണി. അദ്ദേഹം ഒരു വലിയൊരു നീണ്ട യാത്രയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എവിടെ നിന്നുള്ള? ഫ്രം ചൈന ടു ഇന്ത്യ. ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ളൊരു ദീർഘയാത്ര. അതും ഏതുവഴി? ടിബറ്റ് ആൻഡ് നേപ്പാൾ. ടിബറ്റ് നേപ്പാൾ വഴിയിലൂടെ ഇന്ത്യയിലേക്കുള്ളൊരു വലിയൊരു യാത്രയെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് പ്ലേസസ് ലൈക്ക് അജ്മീർ ഷരീഫ് പോലത്തെ നല്ല പ്രസിദ്ധ പട്ടണങ്ങൾ, പ്രസിദ്ധ സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അജ്മീർ ഷരീഫ്, മധുരൈ, സാഞ്ചി, വാരാണസി, സാർനാഥ് ഓർ ഹാൽബൈഡ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാൻ യു നെയിം സം അതോ പ്ലേസ് ലൈക്ക് ദീസ്? ഇതുപോലത്തെ സ്ഥലങ്ങൾ, മറ്റു ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്കതേ പറയാൻ പറ്റൂലേ? വാട്ട് ഡു ദ സറൗണ്ടിങ്സ് ഓഫ് എ ഹോളി പ്ലേസ് ഇൻ യുവർ സിറ്റി? നിങ്ങളുടെ സിറ്റിയിലുള്ള പരിശുദ്ധമായ സ്ഥലങ്ങളുടെ ഒരു സറൗണ്ടിങ് പോലെ ലുക്ക് ലൈക്ക്, ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളിങ്ങനെ വലിയ യാത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ല ഒരുപാട് ഇങ്ങനത്തെ ഹോളി പ്ലേസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്കാമുകൾ, സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ. അതുപോലെ തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നത്തിങ് അബൌട്ട് ഇറ്റ് ആസ് യു റീഡ്. നീ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കൂ. വിക്രം സേത്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കാത്മണ്ഡു. അദ്ദേഹത്തിൻ്റെ കാത്മണ്ഡുവിലെ ഈ ഒരു ചെറിയ വിവരണത്തിൽ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയണം. നമുക്ക് വായിക്കാം അദ്ദേഹം എന്തൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഒന്നാമത്തെ, ഐ ഗെറ്റ് എ ചീപ്പ് റൂം ഇൻ ദി സെൻറ്റർ ഓഫ് ടൗൺ. എനിക്ക് ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു തുച്ഛമായ, ഒരു നിസാരമായ ഒരു റൂം എനിക്ക് കിട്ടി. ആൻഡ് സ്ലീപ്പ് 4 hours. ഞാൻ മണിക്കൂറുകളോളം ഉറങ്ങി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത പ്രഭാതത്തിൽ, വിത്ത് മിസ്റ്റർ ഷാസൺ, എൻ്റെ ഷായിൻ്റെ മകനുമായിട്ടും ആൻഡ് നെഫ്യൂ, എൻ്റെ സഹോദരപുത്രനുമായിട്ട് ഞാൻ എന്താക്കി? ഞാൻ സന്ദർശിച്ചു ദ 2 temples. 2 ക്ഷേത്രങ്ങളാണ് ഞാൻ സന്ദർശിച്ചത്. ഇൻ കാത്മണ്ഡുവിലെ 2 ക്ഷേത്രങ്ങൾ. ആ 2 ക്ഷേത്രങ്ങളാകുന്നു മോസ്റ്റ് സാക്രഡ്. അത് വളരെ പരിശുദ്ധമാക്കപ്പെട്ടതാണ് ടു ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ്. അല്ലേ? ബുദ്ധന്മാർക്കും ഹിന്ദുക്കൾക്കും വളരെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു കാത്മണ്ഡുവിലെ 2 ടെമ്പിളാണ് ഞാൻ അന്ന് എൻ്റെ നെഫ്യൂവിനോടുകൂടെയും ഷാഹിൻ്റെ മകളോടുകൂടെയും സന്ദർശിച്ചതെന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, അറ്റ് പശുപതിനാഥിൽ വെച്ച്, അതായത് ഔട്ട്സൈഡ് അതിൻ്റെ പുറത്ത്, വിച്ച് എ സൈൻ, ഒരു അടയാളം പ്രൊക്ലെയിംസ്, അതെന്താക്കുന്നു? പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഉണർത്തി തരുന്നുണ്ട്. എൻട്രൻസ് ഫോർ ദി ഹിന്ദുസ് ഓൺലി. അതായത് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളൊരു ബോർഡ് തൂക്കിയിട്ടുള്ള ആ പശുപതിനാഥിൽ ദർ ഈസ് എൻ അറ്റ്മോസ്ഫിയർ. അവിടുത്തെ അന്തരീക്ഷമായിരുന്നു ഓഫ് ഫീബ്രിയൽ കൺഫ്യൂഷൻ. അതായത് ഫീബ്രിയൽ കൺഫ്യൂഷൻ മൊത്തത്തിൽ താറുമാറായിട്ട്, അലങ്കോലമായിട്ട്, അതായത് ഒരു ഓർഡറില്ല, പലരും വന്നു പോകുന്ന ഒരു താറുമാറായ ഒരു അലങ്കോലമായ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഏതുപോലെ? പ്രീസ്റ്റസ്, പൂജാരികൾ, ഹൗക്കേഴ്സ്, വൈക്കച്ചവടക്കാർ, ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ, ടൂറിസ്റ്റേഴ്സ്, തീർത്ഥാടകർ, കൗസ്, അതിൻ്റെ കൂടെ പശുക്കൾ, മങ്കീസ്, കുരങ്ങന്മാർ, പീജിയൻ എന്ന് പറഞ്ഞാൽ പ്രാവുകൾ, അരിപ്രാവുകൾ, ആൻഡ് ഡോഗ്സ്. പോരാത്തതിന് ഡോഗുകളൊക്കെ, അവകളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു ത്രൂ ദി ഗ്രൗണ്ട്സ്, എന്ന സ്ഥലത്തിലൂടെ, നിലത്തിലൂടെ ഇങ്ങനെ അറിയുന്നു. അങ്ങനെ വി ഓഫർ, നമ്മളെന്താക്കി? ഓഫർ, അതായത് സമർപ്പിച്ചു. എ ഫ്യൂ ഫ്ലവേഴ്സ്, കുറച്ച് പുഷ്പങ്ങൾ, അതായത് പുഷ്പാർച്ചന നടത്തി നമ്മൾ. ദർ ആർ സോ മെനി വോർഷിപ്പേഴ്സ്, അവിടെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, അതായത് ഭക്തന്മാരുണ്ടായിരുന്നു. ദാറ്റ് സം പീപ്പിൾ ട്രൈങ് ടു ഗെറ്റ് ദ പ്രീസ്റ്റസ് അറ്റൻഷൻ. ചില ജനങ്ങൾ ആരാണോ ട്രൈങ് ടു ഗെറ്റ് ദി പ്രീസ്റ്റസ് അറ്റൻഷൻസ്, അതായത് പൂജാരിമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ജനങ്ങൾ ആർ അൽബൗഡ്, അവർ തള്ളിത്തിരക്കി വരുന്നു. അസൈഡ്, ഒരു ഭാഗത്തിലൂടെ. എങ്ങനെ? ബൈ അതേഴ്സ് പുഷിങ്,
മറ്റു ചിലരെ കൊണ്ട്, അതായത് മറ്റു ചിലർ പുഷിങ് ദെയർ വേ, മറ്റു ചിലരെ എന്താക്കാണ് പുഷിങ്, അവർ തള്ളി മാറ്റുകയാണ് ദെയർ വേ ടു ഡിഫറെൻറ്റ്, അവരുടെ വൈ ടു ഡിഫറെൻറ്റ് മുന്നിലേക്ക്. അതായത് അവർ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മറ്റുള്ളവരെ തള്ളി തള്ളി മാറ്റിയിട്ട് എന്താക്കാണ് പ്രീസ്റ്റിൻ്റെ അറ്റൻഷൻ ശ്രദ്ധ. അതാണല്ലോ നമ്മളൊരാളവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കിത്തിരക്കി പോകില്ലേ, അതും തിക്കിത്തിരക്കി പോകുന്നതിൻ്റെ ഇടയിൽ മറ്റു ചിലരുടെ ഒന്നും തള്ളും, മൊത്തത്തിൽ അങ്ങോട്ട് അവിടെ എന്താണ് ഫുൾ തിരക്കാന്നർത്ഥം. എന്നാലോ എ പ്രിൻസസ് ഓഫ് ദി നേപ്പാളീസ് റോയൽ ഹൗസ്, അതായത് നേപ്പാളിയൻ രാജകീയ വീട്ടിലെ ഒരു റോയൽ ഹൗസിലെ കൊട്ടാരത്തിലെ ഒരു രാജകുമാരി എന്തായി അപ്പിയേഴ്സ്, അവളവിടെ എന്താകുന്നു പ്രത്യക്ഷപ്പെടുന്നു, വരുന്നു. എവ്രി വൺ ബൗസ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ബൗസ്, തല കുനിക്കുന്നു. ആൻഡ് മേക്സ് വേ, എന്നിട്ട് അവൾക്ക് വഴി ഒരുക്കി കൊടുക്കുന്നു. ബൈ ദ മെയിൻ ഗേറ്റ്, എന്നാലോ അതേസമയം മെയിൻ ഗേറ്റിൽ വെച്ച് എ പാർട്ടി, ഒരു സംഘം ഓഫ് സഫ്രോൺ ക്ലാഡ്, അതായത് കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച വെസ്റ്റേണേഴ്സ്, അതായത് വെസ്റ്റേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറിനുകൾ, അതായത് പാശ്ചാത്യർ, ഫോറിനേഴ്സ് അവരെന്താക്കുന്നു സ്ട്രഗിൾ, അവർ തല്ലുകൂടുന്നു ഫോർ പെർമിഷൻ, കച്ചറ കൂടുന്നു ഫോർ പെർമിഷൻ, ഒരു അനുവാദത്തിന് വേണ്ടി ടു എൻ്റർ, നമുക്ക് പ്രവേശിക്കണം, ആ പള്ളി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞിട്ട് കച്ചറ കൂടാണ് അവർ. എന്നാലോ ദ പോലീസ് മാൻ ഈസ് നോട്ട് കൺവിൻസ്ഡ്, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഈസ് നോട്ട് കൺവിൻസ്ഡ്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നില്ല ദാറ്റ് എന്തെന്നാൽ ദേ ആർ ദ ഹിന്ദുസ്, അവർ ഹിന്ദുക്കളാണെന്നുള്ളത് അവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്ത് ഓൺലി ഹിന്ദുസ് ആർ അലൗഡ് ടു എൻ്റർ ദി ടെമ്പിൾ, ഹിന്ദുക്കൾക്ക് മാത്രമേ ടെമ്പിളിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്നുള്ളത് എഴുതി വെച്ചിരുന്നല്ലോ. ആ ഒരു കാരണത്താൽ പോലീസുകാരൻ ഈ വെസ്റ്റേണേഴ്സ്, അതായത് ഫോറിനുകാർ എന്തല്ല ഒരു എന്താ പറയുക ഹിന്ദു ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ മാത്രമല്ല എ ഫൈറ്റ് ബ്രേക്സ് ഔട്ട്, ഒരു വലിയൊരു യുദ്ധം ബ്രേക്സ് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു ആരുടെയിലെ ബിറ്റ്വീൻ ടു മങ്കീസ്, രണ്ട് കുരങ്ങന്മാർക്കിടയിൽ. ഒരു കുരങ്ങൻ ചേസസ് അതോ മറ്റേ കുരങ്ങനെ പിന്തുടരുന്നു. മറ്റേ കുരങ്ങനാണെങ്കിലോ ഹു ജംപ്സ് ഓൺ ടു എ ശിവലിംഗം, അവിടെ ഉണ്ടോ ശിവലിംഗം പറഞ്ഞാൽ ഒരു പ്രതിമയാണ്, ശിവൻ്റെ ലിംഗം, അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ മേലിലേക്ക് ചാടുന്നു. ദെൻ റൺസ്, എന്നിട്ടോ അവിടുന്ന് സ്ക്രീമിങ് ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അലമുറയിട്ടുകൊണ്ട് അതെന്താകുന്നു ഓടുന്നു അറൗണ്ട് ദി ടെമ്പിളിൻ്റെ ചുറ്റും, ആൻഡ് ഡൗൺ ടു ദി റിവർ, എന്നിട്ടോ റിവറിൻ്റെ താഴേക്കൊക്കെ ഇങ്ങനെ എന്താക്കുന്നു മൊത്തത്തിൽ ഒച്ചുണ്ടാക്കി നടക്കുന്നു പറയുന്നു. അതായത് ആ റിവർ ഏതാണ്? ദ ഹോളി ബാഗ്മതി എന്ന് പറയുന്ന ആ റിവറിൻ്റെ അടിയിലേക്ക്. അങ്ങനെ ദാറ്റ് ഫ്ലോസ് ബിലോ, താഴെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബാഗ്മതി എന്ന റിവറിൻ്റെ അടുത്തുകൂടി അവർ ഓടി നടക്കുന്നു. എന്നാലോ എ കോപ്സ് ഈസ് ബീങ് ക്രിമേറ്റഡ് ഓൺ ഇറ്റ്സ് ബാങ്ക്സ്, ഒരു മൃതശരീരം ഈസ് ബീങ് ക്രിമേറ്റഡ്, അതെന്താക്കുന്നു ശവദാഹം നടത്തുന്നു ഓൺ ഇറ്റ്സ് ബാങ്ക്സ്, അതിൻ്റെ തീരങ്ങൾ. ശവദാഹം എന്ന് പറഞ്ഞാൽ അതിനെന്താക്കാണ് ദഹിപ്പിക്കുന്നുണ്ട്. എന്നാലോ അതൊരു ഭാഗത്ത് നടക്കുന്നു. വാഷർ വുമൺ, അതായത് അലക്കുന്ന സ്ത്രീകൾ, ആർ അറ്റ് ദെയർ വർക്ക്, അവരാണെങ്കിൽ അവരുടെ പണിയിലും. ആൻഡ് ചിൽഡ്രൻ, അവരുടെ കുട്ടികളൊക്കെ അവരൊക്കെ ബെയ്ത്ത്, അതായത് കുളിക്കുന്നു. ഒരു പേര് കുളിക്കുന്നു, ഒരു പേര് എന്താ പറയുക വസ്ത്രം അലക്കുന്നു, മറ്റു ചിലർ എന്താക്കുന്നു ഒരു മൃതശരീരം അവിടെ എന്താക്കുന്നു ദഹിപ്പിക്കുന്നു. പലതും നടക്കുന്നുണ്ട്. എന്നാലോ ഫ്രം എ ബാസ്ക്കറ്റ്, എന്നാലും ബാൽക്കണിയിൽ നിന്നും എ ബാസ്ക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് ഫ്ലവറിൻ്റെ ഒരു ബാസ്ക്കറ്റ്, ഒരു കൊട്ട, ആൻഡ് ലീവ്സ്, ഇലകളും ഓൾഡ് ഓഫറിങ്സ്, അതായത് പഴയ കാണിക്കകൾ, അതായത് ക്ഷേത്രത്തിൽ ബിംബത്തിൻ്റെ മുന്നിൽ കാണിക്ക വെക്കൂലേ, അങ്ങനത്തെ ഓൾഡ് ഓഫറിങ്സ് അവകളൊക്കെ അതും എങ്ങനത്തെ ഓഫറിംഗ് ആണ്? വിൽറ്റഡ്, ഇപ്പോൾ നശിച്ചിട്ടുള്ള അതൊക്കെ എന്താണ് ഈസ് ഡ്രോപ്പ്ഡ്, അതൊക്കെ എന്താണ് ഇട്ടിട്ടുണ്ട് ഇൻ ടു ദി റിവറിൽ. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ റിവർ മൊത്തത്തിൽ മലിനമാകാനുള്ള കാരണങ്ങളൊക്കെ എന്താണ്? ബാൽക്കണിയിലുള്ള പൂക്കളും അവിടുത്തെ ഇലകളും പിന്നെ കാണിക്ക വെച്ച വസ്തുക്കളും ഒക്കെ വാടി വരണ്ട ആ കാണിക്കകളൊക്കെ അതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ എന്താകുന്നത് പൊല്യൂട്ടാവുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല എ സ്മോൾ ഷ്രൈൻ ഹാഫ് പ്രൊട്രൂഡ്, അതായത് ഒരു സ്മോൾ ഷ്രൈൻ, ചെറിയൊരു ക്ഷേത്രം, ചെറിയൊരു ദേവാലയം, അതായത് അവിടെ ആ ഫോട്ടോത്തിൽ കണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഉണ്ടാവും ഒരു ഫോട്ടോത്തിൽ കണ്ട ഈ ചെറിയ ദേവാലയം. അപ്പോൾ എ സ്മോൾ ഹാഫ് പ്രൊട്രൂഡ്, അതായത് പകുതി ഭാഗം തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ദേവാലയം ഫ്രം ദി സ്റ്റോൺ പ്ലാറ്റ്ഫോം ഓൺ ദി റിവർ ബാങ്ക്, അതായത് ആ കുളത്തിൻ്റെ തീരത്തുള്ള
കല്ല് പതിച്ച നിലത്തിൽ നിന്നും അല്പം ഭാഗം, അതായത് പകുതി ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്മോൾ ഷ്രൈൻ അതുമുണ്ട് അവിടെ. അത് മാത്രമല്ല വെൻ ഇറ്റ് എമേർജ് ഫുള്ളി, അത് മുഴുവനായിട്ടും എന്താകും വെളിവാകുമ്പോൾ. എങ്ങനെ മുഴുവനായി വെളിവാകാന്ന് പറഞ്ഞാൽ എല്ലാവരും പുഷ്പാർച്ചന നടത്തി മൊത്തത്തിൽ അവിടെ നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ അങ്ങനെ മുഴുവനായി വെളിവാകുന്ന ആ സമയത്ത് ദ ഗോഡസ് ഇൻസൈഡ് വിൽ എസ്കേപ്പ്, അതായത് അവിടുത്തെ ദൈവം എന്താക്കും, അതായത് ദേവത അവിടെ നിന്ന് എന്താകും രക്ഷപ്പെടും. അതായത് വെളിവാകാന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം എന്താ പറയുക അവിടുത്തെ കാര്യങ്ങൾ ഇലകളും പുഷ്പങ്ങളൊക്കെ വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത്, അതായത് ഏത് സമയവും അതിൽ പുഷ്പങ്ങളും അതൊക്കെ അങ്ങനത്തെ വസ്തുക്കളൊക്കെ നിറഞ്ഞു നിൽക്കണമെന്നാണ് അവരുടെ വിശ്വാസം. അഥവാ അതെല്ലാം പുറത്തേക്ക് വെളിവായാൽ ആ സമയത്ത് എന്താക്കും, അതിലുള്ള ദേവത രക്ഷപ്പെടുമെന്ന്, ഓടി രക്ഷപ്പെടും. ആൻഡ് ദ എവിൽ പീരീഡ്, അങ്ങനെ ഓടി രക്ഷപ്പെട്ടാൽ എവിൽ പീരീഡ്, ദുഷിച്ച കാലം ഓഫ് ദി കലിയുഗത്തിൻ്റെ ദുഷിച്ച കാലം വിൽ എൻഡ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ വന്ന് പതിക്കുമെന്നാണ്, അന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞാൽ വന്ന് നശിപ്പിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ എന്താ പറയുക ചെറിയ കൂടാരം, ചെറിയ ദേവാലയം ഏതു സമയവും പുഷ്പങ്ങൾ കൊണ്ടും ഇലകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കണമെന്നാണ് വിശ്വാസം. ഓക്കെ, ഇതെല്ലാവരും ശരിക്കും പോലെ വായിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠം തന്നെയാണ്. അസ്സലാമു അലൈക്കും.